മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 100-ലേറെ പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നതാണ് സംശയം. ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. തിരച്ചിലിൽ 165 സൈനികരെയും 5 സെർച്ച് ഡോഗുകളെയും വിന്യസിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയത്തിൽ സൈനിക ക്യാമ്പും ഹെലിപ്പാഡും ഒലിച്ചുപോയി. 8 സൈനികരെ കാണാതായി എന്നാണ് സൂചന. ദുരന്തമുണ്ടായ ധരാലി മേഖലയിലേക്കുള്ള റോഡ് ഇടിഞ്ഞു താണതും രക്ഷാപ്രവർത്തനം തിരിച്ചടിയാകുന്നു. ബഡ്വാഡിയിൽ നിന്ന് ധരാലിക്ക് അടുത്തുള്ളൊരു ഗ്രാമമാണ്. അവിടുന്ന് 49 കിലോമീറ്റർ ഇനിയും പോയാലേ ധരാലിയിലേക്ക് എത്തൂ. പിയ സുനിലും ദില്ലിയിൽ നിന്ന് നോബൽ മാലിക്കാരനും തത്സമയം ചേരുന്നു. ആദ്യം പിയ സുനിലേക്ക്. പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ് പിയ സുനിൽ. ആ ഭാഗത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ എത്തുമ്പോൾ കണ്ട ദൃശ്യങ്ങളാണ് പിയ സുനിലിന്റെ ഈ ദൃശ്യങ്ങളിലുള്ളത്. അവിടെ പ്രേക്ഷകർക്ക് കാണാം റോഡ് ഇടിഞ്ഞു താഴ്ന്നു കിടക്കുന്നു. ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി പിയ സുനിൽ നിൽക്കുന്നത് ധരാലിയിൽ നിന്ന് 49 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ്, ബട്ട്വാടി. ബട്ട്വാടിയിൽ നിന്നാണ് പിയ സുനിൽ റിപ്പോർട്ട് നൽകുന്നത്. നമുക്ക് പിയ സുനിലേക്ക് ഒന്ന് പോകാം. പിയ സുനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും അതീവ ദുഷ്കരമാണ് ആ ഭാഗത്തേക്ക് എത്തിച്ചേരുക തന്നെ. മഴ എപ്പോൾ വേണമെങ്കിലും വീണ്ടും പെയ്യാം. വീണ്ടും ഒരു മേഘസ്ഫോടനത്തിന് സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനത്തെ ഇതെല്ലാം തടസ്സത്തിൽ അഴുത്തുന്നുണ്ടോ? കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ പിയ സുനിൽ? ദുഷ്കരമായ കാലാവസ്ഥയാണ് ധാരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി നിൽക്കുന്നത്. ഇപ്പോൾ കരസേനയടക്കം രംഗത്തെത്തി അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ഞങ്ങൾ ഈ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇപ്പോൾ ധാരാലിയിലെത്താൻ 49 കിലോമീറ്റർ ഇപ്പുറത്ത് വരെ എത്തിയിരിക്കുന്നു. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ റോഡില്ല. ഏക റോഡാണ്, ഗംഗോത്രിയിലേക്ക് പോകുന്ന ഏക റോഡാണ് ഇപ്പോൾ ഇടിഞ്ഞ് താണിരിക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തകർക്കടക്കം ഈ ധാരാലി മേഖലയിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ റോഡ് തകർന്ന് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നു. ഭഗീരഥി നദിയാണ് തൊട്ട് താഴെ കാണുന്നത്. ഈ ഉത്തരകാശി പിന്നിട്ട് ബാഡ്വാടി എന്ന സ്ഥലം കഴിഞ്ഞാണ് ഇപ്പോൾ റോഡ് തകർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് 50ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലേ ഇനി ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു വാഹനത്തിനും കടന്നുപോകാൻ കഴിയാത്ത വിധത്തിൽ, ഒരു മോട്ടോർ ബൈക്കിന് പോലും കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലാണ് റോഡ് ഇടിഞ്ഞ് താണിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഈ റോഡിലൂടെ പുനഃസ്ഥാപിക്കുക എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഞങ്ങൾ ഇവിടേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പാറക്കഷ്ണങ്ങളൊക്കെ തന്നെ റോഡിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു വാഹനത്തിനൊക്കെ കടന്നുപോകാൻ കഴിയുന്ന രീതിയിൽ വഴിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ദുഷ്കരമായ സ്ഥലങ്ങളൊക്കെ തന്നെ പിന്നിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡ് തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് ഈ ഹിമാലയൻ ടെറൈനിലെ എല്ലാ മേഖലകളിലും കാണുന്ന ഒരു കാഴ്ച. ഏതായാലും ഇപ്പോൾ സൈനികരെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി സൈനിക വാഹനങ്ങൾ അവിടെയുണ്ട്. അവർക്കൊന്നും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ റോഡ് തകർന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കൂടുതൽ സൈനികരൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് എത്തുക എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഈ ധാരാലി മേഖലയിലെ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. തൊട്ടടുത്ത് ഹർഷിൽ മേഖലയിൽ ആർമി ക്യാമ്പുണ്ട്. അവിടെ നിന്നുള്ള സൈനികരെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ NDRFന്റെയും SDRFന്റെയും ഒക്കെ തന്നെ സൈനികരെത്തി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ റോഡ് തകർന്നു പോയത് ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. സർ, ആകെ नहीं जा सकता है ना? हाँ जी, आगे आप सिचुएशन देख ही रहे हैं खुद ही कि आगे जो है 100-150 मीटर जो है रोड बिल्कुल नीचे धस गया है. So क्या सोल्यूशन सर इसका? सोल्यूशन तो जब बड़ी हैवी मशीनें आएंगी उसके बाद ठीक होगा. तो उसके बाद बट रोड पूरा नीचे गिर गया तो कैसे? खुद ही देख रहे हैं नीचे गिरा हुआ है. आपको तो खुद ही मालूम है नीचे पूरा धसा हुआ है. सो गाड़ी चलने के लिए बहुत टाइम लगेगा. हाँ जी, हाँ जी. അതാണ് ഈ റോഡ് ഇനി ഒരു സാധാരണ നിലയിലേക്കോ അല്ലെങ്കിൽ ഒരു വാഹനം കടന്നുപോകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അതിനെന്താണ് മാർഗം എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്നത്. വലിയ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് JCB പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് കൂടുതൽ മണ്ണൊക്കെ ഇട്ട് ഇവിടെ ഒരു വാഹനത്തിന് കടന്നുപോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു റോഡ് നിർമ്മിക്കാനുള്ള ഒരു ശ്രമമാണ് തൽക്കാലം ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ റോഡ് അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. അതായത് ഈ റോഡിന്റെ കൈവരിയാണ് ആ താഴെ കിടക്കുന്നത്. ഇവിടെയുണ്ടായിരുന്ന കൈവരിയാണ്
താഴേക്ക് ഇടിഞ്ഞ് താണിരിക്കുന്നത്. അപ്പോൾ റോഡ് തന്നെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് താണുപോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇനി മണ്ണിട്ട് മൂടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മണ്ണിടിച്ച് ഇവിടെ ഇടുകയൊക്കെ ചെയ്തു വേണം ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കാൻ. അതിനുശേഷം മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുകയുള്ളൂ. അതുവരെ തൽക്കാലം ഈ ധാരാലി മേഖലയിലെ രക്ഷാപ്രവർത്തനം അവിടെ നിന്ന് ആളുകളെ ആശുപത്രികളിലൊക്കെ തന്നെ എത്തിക്കണമെങ്കിൽ വായുമാർഗം മാത്രമേ ഇനി രക്ഷയുള്ളൂ. ഏതായാലും റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് തൽക്കാലം ഇതൊരു വലിയ തടസ്സമായി മാറുകയാണ്. അപ്പോൾ സൈനികരൊക്കെ തന്നെ എത്തി ഇതെങ്ങനെ പരിഹരിക്കാം എന്നത് ഇപ്പോൾ ആലോചിക്കുകയാണ്. നിരവധി സൈനിക വാഹനങ്ങൾ ഇപ്പോൾ ധാരാലി മേഖലയിലേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിനിടയിൽ ഇപ്പോൾ ഈ റോഡ് ഇടിഞ്ഞ് താണത് അവർക്ക് വലിയ പ്രതിസന്ധിയായിരിക്കുന്നു, അവരുടെ യാത്രയ്ക്ക് തടസ്സമായിരിക്കുന്നു. നമ്മളും ഈ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ ഇതേ സമാനമായൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു വാഹനത്തിനൊക്കെ കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വാഹനത്തിനെന്നല്ല ഒരു മോട്ടോർ ബൈക്കിന് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡ് തന്നെ പൂർണ്ണമായി തകർന്ന് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നു.